വ്ലോഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം മൊത്തത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആദ്യം കാർത്തിക് സൂര്യ ആയിരുന്നു, ഇപ്പൊ പ്രവീൺ പ്രണവ് ഫാമിലിയാണ്. നമുക്കറിയാം കാർത്തിക് സൂര്യ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടായിരിക്കും ഒരുപാട് ആൾക്കാർ കാർത്തിക് സൂര്യ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അവരുടെ ആ ഒരു കിടിലം കണ്ടന്റ് വരുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് ഇതുപോലെയുള്ള ഫ്രണ്ട്സ് നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന്. പക്ഷെ നമുക്കറിയാം ഇപ്പൊ അവർ തെറ്റി പിരിഞ്ഞിട്ടുണ്ട്. അവർ ഒഫീഷ്യലായിട്ട് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് അവിടെയും ഇവിടെയും തൊടാതെ കാർത്തിക് സൂര്യ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ അവർ ഒരുമിച്ച് വീഡിയോ ചെയ്യാറില്ല. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രവീൺ പ്രണവ് ഫാമിലിയാണ്. റീസെന്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഫാമിലി വ്ലോഗ് ഇവരുടേതായിരുന്നു. കിടിലം ഫാമിലി ആയിരുന്നു. പ്രത്യക്ഷത്തിൽ കാണുന്ന സമയത്ത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ഫാമിലി. നമ്മളൊക്കെ ഈ ഒരു ഫാമിലിയിലായിരുന്നെങ്കിൽ എന്ന് പോലും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വ്ലോഗുകളാണ് വന്നത്. പക്ഷേ റീസെന്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇവരാണ് വൈറൽ. ഇവരുടെ ഫാമിലിയിലുള്ള വിഷയങ്ങളാണ് വൈറൽ. ഇവരിപ്പോ തെറ്റി പിരിഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മൾ വ്ലോഗ് കാണുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കുക, അവരുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് പോർഷൻ ഒന്നുകിൽ അഭിനയിക്കും, അതല്ലെങ്കിൽ ഇതുപോലെ എഡിറ്റ് ചെയ്ത് നമ്മളെ കാണിക്കും. അത് കണ്ട് നമുക്കും അതുപോലെ ജീവിക്കണം, ഇതാണ് ലൈഫ് എന്ന് തെറ്റിദ്ധരിക്കരുത്. റിയൽ ലൈഫിൽ ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയമുണ്ട്. ഏറ്റവും നല്ല ഇതുപോലെയുള്ള ലൈഫ് കാണുന്ന സമയത്ത് എനിക്കും അതുപോലെ ആകണം, ഇതുപോലെയൊക്കെ ആയിരിക്കും നമ്മുടെ ലൈഫ് ഉണ്ടാവുക. വ്ലോഗേഴ്സിന്റെ ലൈഫ് ഇങ്ങനെയാണ്. അതല്ലെങ്കിൽ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ ഇതുപോലെ ഹാപ്പി ആയിരിക്കാം. ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വ്ലോഗ് കണ്ട് അവരെ ഇൻസ്പയർ ചെയ്ത് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരെ അറിയാം. ഈ രണ്ട് ഇൻസിഡന്റ് വെച്ചിട്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാം ഫേക്ക് ആണ്. അവർക്ക് കാശിന് വേണ്ടി നമ്മുടെ മുന്നിൽ ഒന്നുകിൽ അഭിനയിക്കും, അതല്ലെങ്കിൽ നല്ല ഭാഗം എഡിറ്റ് ചെയ്ത് കാണിക്കും. അത് കണ്ടിട്ടാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ആ കാര്യം മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.